കനത്ത പ്രഹരം അതുതന്നെയാണ് ഇത്തവണ CPM-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നതിൽ സംശയമില്ല. CPM പാനലിൽ നിന്ന് തോറ്റവരിൽ ജില്ലാ സെക്രട്ടറിമാരുണ്ട്, MLA-മാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്. CPI, കേരള കോൺഗ്രസ് എം പാർട്ടികളാകട്ടെ സംപൂജ്യമായ ഒരവസ്ഥ. ഇനി ഇടതുമുന്നണിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി രാജ്യസഭാ സീറ്റ്. അതിൽ പോലും യോജിക്കാനാവാത്തൊരവസ്ഥയുണ്ട്. ഘടകകക്ഷികളെ അവർ വിശ്വാസത്തിലെടുക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ. അതിനിടയിലാണ് ഈ വലിയൊരു പരാജയം കൂടി ഏറ്റുവാങ്ങിയത്. MK വിനോദാണ് ചേരുന്നത്. വിനോദ്, ഈ 2019 സമാനമായി നിലം പരിശായി പോയി CPM ഇത്തവണയും, അല്ലെങ്കിൽ ഇടതുമുന്നണി? തീർച്ചയായും അനു, ഇടതുപക്ഷ മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം തവണ അധികാരത്തിലേറിയിട്ടും അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ തന്നെ നിലംപരിശായി എന്ന് തന്നെ വേണം പറയാൻ. അവരുടെ പ്രമുഖ നേതാക്കളെല്ലാം പരാജയപ്പെട്ടു. നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ മുൻ മന്ത്രിമാർ പരാജയപ്പെടുന്നു, ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ തോൽക്കുന്നു, അവരുടെ MLA-മാർ ഒക്കെ പരാജയം ഏറ്റുവാങ്ങുന്ന വലിയ തിരിച്ചടി തന്നെ. ഏറ്റവും അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു, തിരുത്തും പരിശോധിക്കും എന്നൊക്കെയുള്ളത്. അങ്ങനെ തോൽവി തുറന്ന് സമ്മതിക്കുകയാണ് പിണറായി വിജയൻ പോലും. ഇത് പരിശോധിക്കാൻ പാർട്ടി 5 ദിവസത്തെ നേതൃയോഗമാണ് വിളിച്ചിട്ടുള്ളത്. 16, 17 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിലൊക്കെ സംസ്ഥാന സമിതിയും ചേർന്ന് 5 ദിവസം കൂടിയാലോചന AKG സെൻട്രൽ നേതാക്കൾ കൂടിയിരുന്ന് നമ്മൾ എങ്ങനെ തോറ്റു എന്നുള്ള പഠനം നടത്താൻ പോവുകയാണ്. നമ്മളെങ്ങനെ തോറ്റു എന്ന് ചോദിച്ചതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളെല്ലാം സമ്പൂർണ്ണമായി ഈ പിണറായി സർക്കാരിനെതിരായി വോട്ട് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും CPM-ൻ്റെ കോട്ടകളിൽ പോലും അവർ പിന്നോക്കം പോയി. തിരുവനന്തപുരം ജില്ല നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ്. വളരെ ദയനീയമായ പരാജയമാണ് ഉണ്ടായത്. KK ശൈലജ കഴിഞ്ഞ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ MLA ആണ് ശൈലജ. ആ ശൈലജ പോലും 1 ലക്ഷത്തിലേറെ വോട്ടിനാണ് വടകരയിൽ പരാജയപ്പെടുന്നത്. ശൈലജയെ കൂടാതെ മറ്റൊരു MLA ആയിരുന്നു V. ജോയ് ആറ്റിങ്ങലിൽ. അദ്ദേഹം ഇഞ്ചോടിഞ്ച് മത്സരം നടത്തി അവസാനം തോൽവി സമ്മതിക്കേണ്ടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിൽ MLA-മാർ പരാജയപ്പെടുന്ന കാഴ്ച കാണുന്നു. അത് മാത്രമല്ല, അവർക്ക് ജയിക്കാനായത് മന്ത്രി K. രാധാകൃഷ്ണനെ മാത്രം വിജയിപ്പിച്ച് അവർ ഒരു തരി നിലനിർത്തി എന്നുള്ളതാണ്. മുൻ മന്ത്രിമാരെല്ലാം പരാജയപ്പെടുന്നു. KK ശൈലജയെ കൂടാതെ മുൻ മന്ത്രിയായിട്ടുള്ള TM തോമസ് ഐസക് പത്തനംതിട്ടയിൽ തോൽക്കുന്നു. അതേപോലെ തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ചാലക്കുടിയിൽ ബെന്നി ബെഹനാനോട് പരാജയപ്പെടുന്നു. ഇത്തരത്തിൽ പാർട്ടി വലിയ തിരിച്ചടി നേരിടുന്നു. അതുമാത്രമല്ല, അവരുടെ ശക്തനായ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് K. സുധാകരനോട് പരാജയം ഏറ്റുവാങ്ങുന്നു. അവരുടെ നേരത്തെ പറഞ്ഞതാണ് V. ജോയ് തിരുവനന്തപുരം പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. ജോയ് ആറ്റിങ്ങൽ തോക്കുന്നു. അതുകൂടാതെ കാസർഗോഡ് MV ബാലകൃഷ്ണൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറിയും പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. അങ്ങനെ പാർട്ടി സമ്പൂർണ്ണമായി പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ വിജയിച്ച AM ആരിഫ്, അദ്ദേഹത്തിനും ഇത്തവണ പരാജയം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നു. അവിടെ നേരത്തെ സൂചിപ്പിച്ചതാണ് BJP നേടിയ വോട്ടിൻ്റെ വർധനവ്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് LDF-ലും UDF-ലുമായി മാത്രം കേന്ദ്രീകരിച്ചിരുന്ന സമ്മതിദായകർ ഇത്തവണ മുതൽ അതിൻ്റെ ചിത്രം മാറ്റുകയാണ്. NDA 20% വോട്ട് വർദ്ധിപ്പിച്ച് പ്രധാനപ്പെട്ട മുന്നണിയായി മാറിക്കഴിഞ്ഞു. എന്തായാലും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിലടക്കം വലിയ വെല്ലുവിളി നേരിടുകയാണ്. കാരണം കേരള കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധി കോട്ടയത്ത് നിന്നുള്ള തോമസ് ചാഴിക്കാടനായിരുന്നു. തോമസ് ചാഴിക്കാടൻ അങ്ങനെ പരാജയപ്പെടുന്നു. CPIക്ക് കേരളത്തിൽ നിന്നും ഒരു MPയെ പോലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പാർട്ടിയുടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജ വയനാട്ടിൽ ദയനീയമായി പരാജയപ്പെടുന്നു. മാവേലിക്കരയിൽ അരുൺകുമാർ പരാജയപ്പെടുന്നു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. അങ്ങനെ ദയനീയമായ പരാജയമാണ് CPIക്ക് സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ഘടകകക്ഷികൾക്കെല്ലാം തിരിച്ചടി നേരിടുന്നു. ഇനിയും വരുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ഒഴിയുമ്പോൾ 2 സീറ്റിലാണ് LDF-ന് വിജയിക്കാൻ കഴിയുക. 1 സീറ്റ് CPM ഏറ്റെടുത്താൽ അടുത്ത സീറ്റിന് വേണ്ടി അവകാശവാദങ്ങൾ ഏറെയാണ്. കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി, CPIയിലെ പന്ന്യൻ രവീന്ദ്രൻ, ബിനോയ് വിശ്വം എന്നിവരുടെ കാലാവധി അവസാനിക്കുന്നു. അവർ വീണ്ടും രാജ്യസഭാ സീറ്റ് ചോദിക്കുകയാണ്. അവരെ കൂടാതെ NCP ആവശ്യപ്പെടുന്നു. MB വീരേന്ദ്രകുമാറിൻ്റെ RJD സീറ്റ് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ എങ്ങനെ കൊടുത്ത് പരിഹരിക്കും? പാർട്ടിയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി. അതായത് സംസ്ഥാനത്തെ 109 നിയമസഭാ മണ്ഡലങ്ങളിലും LDF പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ
പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ സംസ്ഥാനത്ത് വമ്പൻ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ സർക്കാർ അല്ലെങ്കിൽ അവരുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിദേശത്ത് വിനോദയാത്രയ്ക്ക് പോകുന്ന കാഴ്ച കണ്ടു. ഇതെല്ലാം കണ്ട ആളുകൾ അവർക്ക് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ, KSRTCയിൽ കൃത്യമായ ശമ്പളം പോലും നൽകാൻ കഴിയാതെ ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിനെതിരായ വലിയ വിധിയെഴുത്ത് തന്നെയാണ് ഇത്തവണ. നമുക്ക് കണക്കുകളിലേക്ക് തിരിച്ചു വരാമെന്ന് തോന്നുന്നു. 2019 സമാനമായ ഒരു പരാജയം LDF ഇപ്പോഴും ഏറ്റുവാങ്ങുന്നു എന്ന് പറയാം. പക്ഷേ 2019 പരാജയത്തിന് ശേഷം 21 നമ്മൾ എത്തുമ്പോൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇത്തവണ വീണ്ടും കണക്കുകൾ നമുക്ക് ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ ഇടങ്ങളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ പ്രകടനം വിലയിരുത്തി പോലും 140 മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 110ലും UDF തന്നെയാണ് മുന്നിലെന്ന് കണക്ക് കൂട്ടാം, അല്ലെങ്കിൽ കാണാം, നമുക്ക് അത് ഉറപ്പാക്കാം. ഇനി വിനോദ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 11 ഇടങ്ങൾ BJP സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ BJP സ്വന്തമാക്കിയ 11 നിയമസഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം, തൃശ്ശൂർ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആണ് ഉൾപ്പെടുന്നത് എന്നതും ശ്രദ്ധേയം. ഇവിടങ്ങളിൽ ഈ BJP എടുത്ത ഇടങ്ങളിലൊക്കെ LDFന്റെ മണ്ഡലങ്ങളായിരുന്നു. തീർച്ചയായും LDFന്റെ മണ്ഡലങ്ങളിലാണ് ശക്തമായ കടന്നുകയറ്റം BJP നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നമ്മൾ പരിശോധിക്കേണ്ടത് കോർപ്പറേഷൻ പരിധിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ. 5 നിയമസഭാ മണ്ഡലങ്ങളിൽ CPMന്റെ MLAമാർ അവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമം V ശിവൻകുട്ടിയാണ് അവിടുത്തെ മന്ത്രി. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ആ LDFന്റെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോയി. 22,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ NDAയ്ക്കുള്ളത്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ VK പ്രശാന്ത് മുൻ മേയറാണ് അവിടുത്തെ MLA. അവിടെയും 1-ാം സ്ഥാനം NDAയ്ക്ക് ലഭിക്കുന്നു. 10,000-ഓളം വോട്ടുകൾ അവിടെയുമുണ്ട്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലമാണ്. അവിടെ 8,000-ഓളം വോട്ടുകൾക്ക് ലീഡ് ചെയ്തത് NDA ആണ്. അവിടെ എല്ലാം 3-ാം സ്ഥാനത്തേക്കാണ് പാർട്ടി പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ കോവളം കോൺഗ്രസ് വിജയിച്ച മണ്ഡലമാണ്. അവിടെ BJP 2-ാം സ്ഥാനത്ത് വന്നു. അവിടെയും 3-ാം സ്ഥാനമാണ് പാർട്ടിക്ക് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന മേഖലകളിലെല്ലാം CPM 3-ാം സ്ഥാനത്തേക്ക്, ഇടതുപക്ഷം 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ്. ആറ്റിങ്ങൽ പരിശോധിക്കുമ്പോൾ ആറ്റിങ്ങൽ നിയമസഭയിലും കാട്ടാക്കട നിയമസഭയിലും ഇടതുപക്ഷം പിന്നിലേക്ക് പോയി എന്നുള്ളതാണ്. ഈ 2 മണ്ഡലങ്ങളിലും NDA ആണ്, BJP ആണ് 1-ാം സ്ഥാനത്ത് വന്നത്. മറ്റ് 7 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് സുരേഷ് ഗോപി വിജയിച്ച തൃശ്ശൂർ ലോക്സഭയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 എണ്ണത്തിലും BJP അതായത് 1-ാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ മുടവൻമുകൾ ഡിവിഷൻ, അവിടെ 700 വോട്ട് BJPക്കാണ് ലീഡ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത വർഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പറയുന്നത് മേയറുടെ സ്വന്തം സ്ഥലം കൂടെയാണ് വിനോദ്. അതും കൂടി ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. തീർച്ചയായും മുടവൻമുകൾ അതായത് ആ ഡിവിഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച മേയർ, ആ മേയറുടെ വാർഡിൽ പോലും 700 വോട്ടിന് പിന്നിൽ പോയിരിക്കുന്നു. ഇടതുപക്ഷം പിന്നിൽ പോയിരിക്കുന്നു. 700 വോട്ട് കൂടുതൽ NDA സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇടതുപക്ഷത്തിനെതിരായ വലിയ ജനവിധി, അതായത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരിക്കുന്നു. അത് പ്രകടമായി തിരുവനന്തപുരം ജില്ലയിൽ കൃത്യമായി BJPക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു 8,000-9,000 വോട്ട് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു MP കൂടി, രാജീവ് ചന്ദ്രശേഖർ കൂടി BJPക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഒരു 8,000 സംതിങ് അല്ലെങ്കിൽ 9,000 വോട്ട് കൂടി വന്നിരുന്നുവെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ MP ആകുമായിരുന്നു. ശശി തരൂർ വിയർത്താണ് ജയിച്ചത് എന്ന് തന്നെ പറയേണ്ടി. സമാനമായി ആറ്റിങ്ങൽ കൂടെ ചൂണ്ടിക്കാണിക്കണം. കാരണം ആറ്റിങ്ങലിൽ V മുരളീധരൻ 3-ാം സ്ഥാനത്ത് എത്തിയെങ്കിലും 10,000 ചില്ലോളം വോട്ടിന്റെ വ്യത്യാസം മാത്രമേ 1-ാം സ്ഥാനാർത്ഥിയുമായി വിജയിച്ച ആളുമായി ഉള്ളൂ. തീർച്ചയായും അവിടെ 3 ലക്ഷത്തിന് മുകളിലാണ് V മുരളീധരൻ്റെ വോട്ട്. മനസ്സിലാക്കേണ്ട 2,48,000 വോട്ടായിരുന്നു
ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ നേടിയത്. ഇത്തവണ അത് 3,12,000-ഓളം എത്തിയിരിക്കുന്നു. വിജയിച്ച സ്ഥാനാർത്ഥിയുമായി ഏകദേശം 10,000 വോട്ടിന്റെ മാത്രം വ്യത്യാസം. 648 വോട്ടിനാണ് ഏറ്റവും അവസാനം അടൂർ പ്രകാശ് വിജയിക്കുന്നത്. വി ജോയും അടൂർ പ്രകാശും തമ്മിൽ 648 വോട്ടിന്റെ വ്യത്യാസം മാത്രം. മൂന്നാം സ്ഥാനത്തുള്ള വി മുരളീധരനുമായിട്ട് ഏകദേശം 10,000-ഓളം വോട്ടിന്റെ വ്യത്യാസം. അപ്പോൾ വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമായി ആറ്റിങ്ങലും മാറുന്നു, എ ക്ലാസ് മണ്ഡലമായി ആറ്റിങ്ങൽ മാറുന്നു. തിരുവനന്തപുരവും ആറ്റിങ്ങലും ഒക്കെ തന്നെ ഇനിയും വരുന്ന കാലം എൻ ഡി എയുടെ കാലമാണ് എന്ന് തന്നെ നമ്മൾ ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും എല്ലാ മണ്ഡലങ്ങളിലും എൻ ഡി എയുടെ വോട്ട് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.